കൂട്ടുകാരെ, നമുക്കൊന്നൊരു കഥ കേട്ടാലോ? കാട്ടിലെ രാജാവായ സിംഹത്തിന് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. ഒരു എലിക്കുട്ടനായിരുന്നു കാരണം. സിംഹം ഒന്ന് കണ്ണടച്ചാൽ എലിക്കുട്ടൻ സിംഹത്തിന്റെ ദേഹത്തേക്ക് അങ്ങ് ചാടിക്കയറും. പിന്നെ താടിയും മുടിയും ഒക്കെ കടിച്ചു മുറിക്കും. സിംഹം എലിക്കുട്ടനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കി. പക്ഷേ സിംഹത്തിനത് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം സിംഹം തന്റെ കൂട്ടുകാരനായ മിക്കുപൂച്ചയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, മിക്കു, ഒരു കുഞ്ഞനെലി എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. എടാ, നീ ഒന്ന് വന്ന് എന്നെ സഹായിക്കണം. നീ അവനെ ഒന്ന് പിടികൂടണം. നിനക്ക് ഞാൻ ഇഷ്ടം പോലെ ഭക്ഷണം തരാം. ഇറച്ചിയും മീനും ഒക്കെ തരാം. നീ എനിക്കൊന്ന് കാവലിരുന്നാൽ മതി. ഇത് കേട്ട് മിക്കുപൂച്ചയ്ക്ക് വലിയ സന്തോഷമായി. മിക്കുപൂച്ച വന്ന് സിംഹത്തിന് കാവലിരുന്നു. എലിക്കുട്ടൻ സിംഹത്തിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും മിക്കുപൂച്ച ഓടിച്ചു വിടും. അതുകൊണ്ട് സിംഹത്തിന് പിന്നീട് സുഖമായി ഉറങ്ങാൻ സാധിച്ചു. എലിക്കുട്ടൻ പക്ഷേ പൂച്ചയെ പേടിച്ചൊന്നും ഇരുന്നില്ല. അവൻ എന്ത് ചെയ്തെന്നോ? ദിവസവും സിംഹത്തിന്റെ അടുത്തേക്ക് വരും. അപ്പോഴേക്കും മിക്കുപൂച്ച എലിക്കുട്ടനെ ഓടിച്ചു വിടും. അങ്ങനെ എലിക്കുട്ടന്റെ ഈ ശല്യം കൊണ്ട് മിക്കുപൂച്ചയ്ക്ക് പിന്നീട് ഉറങ്ങാനേ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം എന്താന്നോ? സിംഹത്തിന്റെ ഉറക്കം തടസ്സപ്പെടാതെ മിക്കുപൂച്ച നോക്കണമല്ലോ. അപ്പോഴാണ് മിക്കുപൂച്ചയ്ക്ക് ഒരു ബുദ്ധി തോന്നിയത്. ഈ എലിക്കുട്ടനെ എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്ന് ഓടിച്ചു വിടണം. എങ്കിൽ പിന്നെ സ്വസ്ഥമായി സിംഹം തരുന്ന ഭക്ഷണവും കഴിച്ച് സിംഹരാജന് കാവലായി സുഖമായി അങ്ങ് ജീവിക്കാമല്ലോ. ആ, നല്ലൊരു ഐഡിയ. അങ്ങനെ മിക്കുപൂച്ച എന്തു ചെയ്തെന്നോ? ഒരു ദിവസം പമ്മി പമ്മി ചെന്ന് എലിക്കുട്ടന്റെ പുറകിൽ ചെന്ന് അവനെ ഒറ്റ കടി കടിച്ചു. പിന്നെ അവനെയും കടിച്ചെടുത്തുകൊണ്ട് മിക്കു ഓടി ഓടി അങ്ങ് കാട് കടന്ന് ദൂരെയുള്ള ഒരു കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കണ്ട ഒരു മാളത്തിലേക്ക് എലിക്കുട്ടനെ വെച്ചിട്ട് തിരിച്ചോടി പോന്നു. മിക്കു സന്തോഷത്തോടെ തിരിച്ചോടി സിംഹത്തിന്റെ അടുത്തേക്ക് വന്നു. സിംഹത്തോട് പറഞ്ഞു, സിംഹരാജ, ദേ, അങ്ങേ ശല്യപ്പെടുത്തിയ എലിക്കുട്ടനെ ഞാൻ പിടിച്ചു കേട്ടോ. അവനെ ഞാൻ കൊണ്ടുപോയി കാട് കടത്തി ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി ഒരു മാളത്തിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനി അവൻ ഇങ്ങോട്ടൊന്നും വരില്ല. അവൻ അവിടെ തന്നെ ജീവിച്ചോളും. നമുക്കിനി ഇവിടെ സുഖമായി ജീവിക്കാം. അങ്ങേക്ക് സമാധാനമായി ഉറങ്ങുകയും ചെയ്യാൻ കേട്ടോ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സിംഹം പറഞ്ഞു, കൊള്ളാം കൊള്ളാം. ഓ, അവനെ ഈ കാട്ടിൽ നിന്ന് മാറ്റിയല്ലേ? അവന്റെ ശല്യവും തീർന്നല്ലേ? ഇനി മുതൽ എനിക്ക് നിന്റെ സഹായം വേണ്ട, നിന്റെ കാവലും വേണ്ട. എലിയുടെ ശല്യം തീർന്നല്ലോ. പിന്നെ എന്തിനാ ഇനി നീ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് പോകാം. ഞാൻ ഇനി സുഖമായി ഉറങ്ങിക്കോളാം. നീ വേഗം തിരിച്ചു പോയിക്കോ. സിംഹരാജന്റെ ഈ വാക്കുകൾ കേട്ട് മിക്കുപൂച്ച ആകെ ഞെട്ടിപ്പോയി. തന്റെ പ്രവൃത്തി തന്റെ തന്നെ ജോലി നഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്ത് മിക്കുപൂച്ചയ്ക്ക് കുറ്റബോധം തോന്നി. പിന്നീട് അവൻ വളരെ ബുദ്ധിപൂർവം കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ചാണ് ജീവിക്കാൻ തുടങ്ങിയത്. കൂട്ടുകാരെ, നാം ആരെയും ചതിയിൽപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൈവരുത്താൻ ഒരിക്കലും ശ്രമിക്കരുത് കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.